നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾ വീണ വിജയനും ഇത്തവണ പെടുമെന്ന് ഉറപ്പാണ്. നിരവധി തവണയാണ് പിണറായി വിജയനും വീണ വിജയനും ഒക്കെ വാർത്തകളിൽ നിറഞ്ഞത്. പ്രത്യേകിച്ച് വീണ വിജയന്റെ കാര്യത്തിലാണെങ്കിൽ വീണ വിജയന്റെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് പല തവണ വിവാദങ്ങൾ ഉണ്ടായതാണ്. എന്നാൽ അപ്പോഴൊക്കെ പിണറായി വിജയൻ മകളെ രക്ഷിച്ചെടുത്തുകൊണ്ട് മുന്നോട്ട് പോവുകയായിരുന്നു. ഏറ്റവും അവസാനം വീണ വിജയൻ വാർത്തകളിൽ നിറഞ്ഞത് എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട മാസപ്പടി വിവാദത്തിലാണ്. ഏതായാലും അതിന് ഇപ്പോൾ മറ്റൊരു തലത്തിലേക്ക് ഈ വിഷയങ്ങൾ കടന്നിരിക്കുന്നു. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെതിരെ ഇപ്പോൾ SFIO അന്വേഷണം ആരംഭിച്ചിരിക്കുന്നു. മാസപ്പടിയിൽ കുരുങ്ങുകയാണ് വീണ വിജയൻ എന്ന് ഉറപ്പുവരുന്നു. ഉത്തരവ് പുറത്തിറക്കി കോർപ്പറേറ്റ് മന്ത്രാലയം ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നു. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ മാസപ്പടി വാങ്ങിയെന്ന കണ്ടെത്തലിൽ അന്വേഷണം ഊർജിതമാക്കുകയാണ് കേന്ദ്ര സർക്കാർ. സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ്, അതായത് SFIO മാസപ്പടി കേസ് അന്വേഷിക്കുമെന്നാണ് ഇപ്പോൾ കിട്ടുന്ന വിവരം. വീണ വിജയനെതിരെയുള്ള ഗുരുതരമായ ആരോപണം അന്വേഷിക്കാൻ കോർപ്പറേറ്റ് മന്ത്രാലയമാണ് ഉത്തരവ് ഇറക്കിയിരിക്കുന്നത്. എക്സാലോജിക്കിന്റെയും CMRLന്റെയും KSIDCയുടെയും ഇടപാടുകൾ SFIO അന്വേഷിക്കും. ഇതിനായി 6 അംഗ സംഘത്തെ കേന്ദ്രം നിയോഗിച്ചു കഴിഞ്ഞു. അന്വേഷണത്തിനായി കേന്ദ്രം 6 അംഗ സംഘത്തെ നിയോഗിക്കുമ്പോൾ വളരെ കൃത്യമായി തന്നെ പിണറായി വിജയൻ ഇപ്പോൾ പേടിച്ചു തുടങ്ങിയിരിക്കുന്നു. കോർപ്പറേറ്റ് മന്ത്രാലയത്തിന് കീഴിലുള്ള ഏറ്റവും ഉയർന്ന അന്വേഷണമാണ് SFIO നടത്തുക. 8 മാസത്തിനകം അന്വേഷണം പൂർത്തിയാക്കും. എക്സാലോജിക്കിനെതിരായ SFIOയുടെ അന്വേഷണ പരിധിയിൽ പൊതുമേഖലാ സ്ഥാപനമായ KSIDCയും ഉൾപ്പെടും. എക്സാലോജിക് CMRL ഇടപാട് അന്വേഷണവും SFIOയുടെ പരിധിയിൽ തന്നെയായിരിക്കും. ഏതായാലും പിണറായി വിജയന്റെ മകൾ വീണ വിജയൻ ഇതോടെ കുടുങ്ങുമെന്ന് ഉറപ്പാണ്. കാരണം ഇതൊരു കടലാസ് കമ്പനിയാണോ എന്ന സംശയം വരെ നേരത്തെയും കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയം ഉന്നയിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം നടക്കുന്നു. ഒപ്പം മാസപ്പടി വിവാദവും. മാസപ്പടി വിവാദത്തിൽ വീണ വിജയൻ കുരുങ്ങിയാൽ പിണറായി വിജയന് അത് വലിയ തിരിച്ചടി തന്നെയാകും. എന്നാൽ പിണറായി വിജയൻ ഇപ്പോൾ പറയുന്നത് ഭാര്യയുടെ റിട്ടയർമെന്റ് തുക ഉപയോഗിച്ചാണ് വീണ വിജയൻ വലിയ കമ്പനി, അതായത് എക്സാലോജിക് എന്ന IT ഫേം ബാംഗ്ലൂരിൽ തുടങ്ങിയത് എന്നാണ്. അങ്ങനെയെങ്കിൽ കമല ടീച്ചർക്ക് എന്തായിരിക്കും സർക്കാരിൽ നിന്ന് കിട്ടിയ അല്ലെങ്കിൽ റിട്ടയർ ആയപ്പോൾ കിട്ടിയ തുക എന്ന ചോദ്യം സോഷ്യൽ മീഡിയ വ്യാപകമായി ഉന്നയിക്കുന്നുണ്ട്. ഏതായാലും പിണറായി വിജയന്റെ തണലിൽ തന്നെയാണ്, പിണറായി വിജയന്റെ പല സ്വാധീനങ്ങളും ഉപയോഗിച്ചുകൊണ്ടാണ് മകൾ വീണ വിജയൻ ഈ ബിസിനസ് ഡെവലപ്പ് ചെയ്തതെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അതിനെ സാധൂകരിക്കുന്ന തെളിവുകൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു. അതിന്മേൽ അന്വേഷണവും വന്നിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.